നമസ്കാരം, കാസ് ഗരാജ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന മോഡൽ എന്ന് പറഞ്ഞാൽ തേർഡ് ജനറേഷൻ ക്രെറ്റയുടെ EX ഓപ്ഷണൽ വേരിയൻ്റ് ആണ്. അതിൽ തന്നെ IVT എന്ന വേരിയൻ്റ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ആലുവ ഭാഗത്ത് ഹ്യൂണ്ടായിട്ട് ഷോറൂം ഇല്ല എന്ന പരാതിയുള്ളവർക്ക് ഒരു പരിഹാരമായിട്ടാണ് പ്രഷ്യസ് ഹ്യൂണ്ടായി പുളിഞ്ചോട് വന്നിരിക്കുന്നത്. പുളിഞ്ചോട് എന്ന് പറയുമ്പോൾ നമ്മുടെ ആര്യാസ് ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മെട്രോ പില്ലർ നമ്പർ 63 ആണ് വരുന്നത്. പുതിയ ഇൻഫ്രാസ്ട്രക്ചർ രീതിയിൽ തന്നെയാണ് ഈ ഒരു ഷോറൂമിൻ്റെ നിർമ്മാണ കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. എല്ലാ മോഡൽസിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹ്യൂണ്ടായി ക്രെറ്റ ഇലക്ട്രിക്കിൻ്റെ ഡെമോ വണ്ടി ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥാപനത്തിലോ വീട്ടിലോ ഈ വാഹനം കൊണ്ടെത്തിക്കുന്നതായിരിക്കും. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തേർഡ് ജനറേഷൻ ക്രെറ്റയിൽ 3 എഞ്ചിൻ മോഡലാണ് വരുന്നത്. അതായത് 1500 cc പെട്രോൾ എഞ്ചിൻ വരുന്നത്, നാച്ചുറൽ ആസ്പിറേറ്റഡും അതുപോലെ തന്നെ ടർബോ പെട്രോളും വരുന്നുണ്ട്. എന്നാൽ 1500 cc ഡീസലും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന വേരിയൻറ്റ് EX ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആസ്പിറേറ്റ് പെട്രോളിലാണ്. EX ഓപ്ഷൻ എന്ന് പറയുമ്പോൾ സെക്കൻഡ് വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു പുതിയ ക്രെറ്റ കാണുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്ന ആ ഒരു ഗ്രില്ലാണ്. അത്യാവശ്യം വലിപ്പം കൂടിയ റെക്റ്റാങ്കിൾ ആകൃതിയിൽ വരുന്ന ഗ്രില്ലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. താഴത്തെ ബമ്പറിൽ വരുന്ന എയർ ഡാമിൻ്റെ ആണെങ്കിലും ആ ഒരു ഷേപ്പ് തന്നെയാണ് വരുന്നത്. നമുക്കിതിന് DRLs വരുന്നില്ല, പാർക്കിംഗ് ലാംപ്സ് ആണ് വരുന്നത്. ഒരു DRLൻ്റെ തന്നെ ഷേപ്പിൽ തന്നെ കൊടുത്തിരിക്കുന്നത് മാത്രമേ. അതിൻ്റെ നെക്സ്റ്റ് വേരിയൻസിലേക്ക് വരുമ്പോൾ DRLs വരുന്നുണ്ട്. അതിനോട് സാമ്യമായിട്ട് ഈ തന്നെയാണ് ഇതിൻ്റെ ഒരു പാർക്കിംഗ് ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അത് സെൻട്രലായിട്ട് തന്നെ ഈ ഒരു ക്രോം ഇൻസൈറ്റും കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അലൂമിനിയം മാറ്റ് ഫിനിഷിലാണ് ഹ്യൂണ്ടായുടെ ലോഗോ വന്നിരിക്കുന്നത്. അതിൻ്റെ ഈ കാണുന്ന ഗ്രില്ലിൽ വന്നിരിക്കുന്നത് ഗ്രേ ഫിനിഷ് ആണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഹാലോജൻ ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നോർമൽ ബൾബ് അതുപോലെ തന്നെ പ്രൊജക്ടറും കമ്പൈൻഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിൽ ബ്ലിങ്കേഴ്സ് ആണെങ്കിൽ പോലും ഹാലോജൻ തന്നെയാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ആൻഡ് ബമ്പറിൽ വന്നിരിക്കുന്ന എയർ സ്കൂപ്സ് ആണെങ്കിൽ പോലും അത് ഫംഗ്ഷണൽ ആയിട്ട് ടൈപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. മറ്റ് മോഡൽസ് കാണുന്ന ഒരു ഡെമ്മി ടൈപ്പ് അല്ല. ഇനി ഇതിൻ്റെ എഞ്ചിൻ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 1497 cc ഇൻലൈൻ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. മെയ്റ്റ് ചെയ്തിരിക്കുന്നത് 6 സ്പീഡ് മാനുവലും അതുപോലെ തന്നെ IVTയിലേക്കാണ് ഇത് മെയ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത് IVT ആണ്. 115 PS അതുപോലെ തന്നെ 144 ടോർക്കാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ഡൈമെൻഷൻ കാര്യങ്ങൾ ചെക്ക് ചെയ്യണമെങ്കിൽ 4330 mm ആണ് ഇതിൻ്റെ വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത് വരുന്നത്. അതുപോലെ തന്നെ വിഡ്ത്ത് ആണെങ്കിൽ 1790 mm, ഹൈറ്റ് ആണെങ്കിൽ 1635 mm ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ 190 mm ആണ് വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 16 ഇഞ്ച് ബ്ലാക്ക് സ്റ്റീൽ വീല്, 205/65 16 ടയറിലാണ് ഈ വാഹനം വരുന്നത്. ഒപ്പം തന്നെ അലൂമിനിയം ഫിനിഷോടുള്ള ഒരു വീൽ ക്യാപ്സും ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ A പില്ലർ ആണെങ്കിൽ ഒരു ഗ്ലോസ് ഫിനിഷ് ആണ് ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ B പില്ലർ വരുമ്പോൾ ഒരു മാറ്റ് ഫിനിഷ് ബ്ലാക്ക് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് C പില്ലറിലേക്ക് വരുമ്പോൾ A പില്ലറിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ള ഒരു അലൂമിനിയം ഫിനിഷ്, ഒരു അലൂമിനിയം എലമെൻറ്റ് C പില്ലറിൽ വന്ന് ഫിനിഷ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു മനോഹരമായ ഒരു പ്രീമിയം രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ റിവ്യൂ ചെയ്യുന്ന മോഡൽ EX ഓപ്ഷണൽ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബ്ലിങ്കേഴ്സും കാര്യങ്ങളെല്ലാം ഹാലോജൻ ടൈപ്പ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ സൈഡിലെ ബ്ലിങ്കേഴ്സ് ആണെങ്കിലും ഫ്രണ്ടിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ റണ്ണിംഗ് ബോണിൻ്റെ ഭാഗത്തായിട്ട് നമുക്കൊരു ലൈറ്റ് ഗ്രേ ഫിനിഷിൽ ഒരു സ്കിഡ് പേസ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. വൈറ്റ്, ബ്ലാക്ക്, ഗ്രേ എന്നീ 3 കളേഴ്സിൻ്റെ മനോഹരമായ ഇൻറ്റീരിയർ ഡിസൈൻസും കാര്യങ്ങളാണ് ഈ വാഹനത്തിന് ഹ്യൂണ്ടായി നൽകിയിരിക്കുന്നത്. വൈറ്റ് വിത്ത് ഗ്രേ ഫിനിഷോട് കൂടിയിട്ടുള്ള നല്ല സപ്പോർട്ടിങ് കംഫർട്ടും ആയിട്ടുള്ള ഫാബ്രിക് സീറ്റ്സ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. 4 സീറ്റ്സിലും ഹെഡ് റെസ്റ്റ് അവൈലബിൾ ആണ്. അതായത് ഫ്രണ്ട് 2 സീറ്റ്സും ബാക്കിൽ 2 സൈഡിലെ സീറ്റ്സിനും ഹെഡ് റെസ്റ്റ് അവൈലബിൾ ആണ്. നടുക്കത്തെ സീറ്റിന് ഹെഡ് റെസ്റ്റ് അവൈലബിൾ അല്ല. ആൻഡ് 60/40 സ്പ്ലിറ്റ് സീറ്റാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയ രീതിയിൽ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷൻ ഉണ്ട്, അതിനോട് സാമ്യമായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡാഷ്ബോർഡിൽ വരുന്ന ക്ലസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ പോലും ഇൻഫോർട്ടൈൻ സിസ്റ്റം ആണെങ്കിൽ പോലും അതിനോട് മാച്ച് ആകുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡാഷ്ബോർഡിൽ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഗ്ലൗ ബോക്സ് ആണെങ്കിൽ തന്നെ അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഗ്ലൗ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു AC വെൻസിൽ വരുന്ന അലുമിനിയം ഫിനിഷ് കാര്യങ്ങളാണെങ്കിലും വളരെ ഒരു പ്രീമിയം ടച്ചാണ് കൊടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് ക്വാളിറ്റി ആണെങ്കിൽ പോലും വളരെ പ്രീമിയമാണ് വരുന്നത്. AC കൺട്രോൾസ് വരുമ്പോൾ നമുക്കൊരു മാനുവൽ കൺട്രോൾസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. IVTയുടെ ഒരു ഗിയർ നോബ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ തന്നെ പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ ഡ്രൈവ് ആൻഡ് ഷിഫ്റ്റ് മോഡ് വരുന്നുണ്ട്. ചാർജിങ് സ്പോട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് ഫോണോ വാലറ്റ്സ് എല്ലാം കീപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് കപ്പ് ഹോൾഡേഴ്സും അതുപോലെ തന്നെ ആംറസ്റ്റും വരുന്നുണ്ട്. അതിൽ തന്നെ സ്റ്റോറേജ് സ്പേസും അവൈലബിൾ ആണ്. പുതിയ ക്രെറ്റയുടെ ഡോർ പാനൽസിലും നമുക്ക് ഈ വൈറ്റ്, ബ്ലാക്ക്, ഗ്രേ ഫിനിഷ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മാഗസിൻ ഹോൾഡർ വിത്ത് ബോട്ടിൽ ഹോൾഡേഴ്സാണ് ഫ്രണ്ട് 2 ഡോർസിൽ വരുന്നത്. ബാക്കിലെ ഡോറിലേക്ക് വരുമ്പോൾ നമുക്ക് സിംഗിൾ ആയിട്ടുള്ള ബോട്ടിൽ ഹോൾഡേഴ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. സെക്കൻഡ് റോ സീറ്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കുന്ന ഈ ഒരു ലെഗ് സ്പേസ് കാര്യങ്ങളാണ്. 6 അടി ഹൈറ്റ് ഉള്ളവർക്കും ഈസി ആയിട്ട് ട്രാവൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സീറ്റ്സിലേക്ക് വരുമ്പോൾ ബാക്കിൽ നേരത്തെ പറഞ്ഞൊരു അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. എന്നാൽ മിഡിൽ പാസഞ്ചറിന് വരുമ്പോൾ നമുക്ക് ഹെഡ് റെസ്റ്റ് വരുന്നില്ല. ആംറസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. 60/40 സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. ISOFIX ആംഗ്രേജ് കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിൻ്റെ സീറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ പിന്നിലെ സീറ്റ് നമുക്ക് 2 സ്റ്റെപ്പിലായിട്ട് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് സൈഡിൽ വരുന്ന ഈ ലിവർ പുഷ് ചെയ്തിട്ട് ഇതുപോലെ 2 സ്റ്റെപ്പായിട്ട് നമുക്ക് ചാരി ഇരിക്കാനുള്ള ഓപ്ഷൻ ഈ ഒരു വാഹനത്തിൽ നൽകിയിരിക്കുന്നു. അതിൻ്റെ ഫ്ലോറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് സെൻറ്റർ ടണൽ ഫ്ലാറ്റ് ആയ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ AC വെൻസ് വളരെ പ്രീമിയം രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പോക്കറ്റും അതുപോലെ തന്നെ ചാർജിങ് പോർട്ടും അതിൽ അവൈലബിൾ ആണ്.
കൺവീനിയൻസിൻ്റെ ഭാഗമായിട്ട് ഡ്രൈവറിനും കോ ഡ്രൈവറിനും നമുക്ക് ഈ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ് ബെൽറ്റ്സ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ പാസഞ്ചേഴ്സിനാണെങ്കിൽ പോലും നമുക്കിവിടെ റീഡിംഗ് ലാംപ്സും കാര്യങ്ങളെല്ലാം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഹ്യുണ്ടായി. ബ്ലാക്ക് പെയിൻറ്റോട് കൂടിയുള്ള ഷാർക്ക് ഫിൻ ആൻഡ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ആൻഡ് ബാക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റാണ് വരുന്നത്. ആൻഡ് LED സ്ട്രിപ്പാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ആൻഡ് ഇവിടെ വരുമ്പോൾ ബ്രേക്ക് ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം ഹാലജനാണ് വരുന്നത്. അതുപോലെ ഇൻഡിക്കേറ്ററും ഹാലജനാണ് വരുന്നത്. താഴെയായിട്ട് നമുക്ക് റിവേഴ്സ് ലാമ്പും കൊടുത്തിരിക്കുന്നു. ബമ്പർ നോക്കുമ്പോൾ ഡുവൽ ടോൺ ആണ്, ബ്ലാക്ക് വിത്ത് ഗ്രേ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതും സ്കിറ്റ് പ്ലേറ്റ്സ് രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ ബാക്കിൽ ബമ്പർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡിഫോഗറോ വൈപ്പറോ ഒന്നും അവൈലബിൾ അല്ലാത്തൊരു പ്ലെയിൻ ഗ്ലാസ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. 433 ലിറ്റർ അതിൻ്റെ ബൂട്ട് സ്പേസ് കാര്യങ്ങൾ വരുന്നത്. ഈസി ആയിട്ട് നമുക്ക് ലഗേജ് ലോഡ് ചെയ്യാനും ഇറക്കാനും സാധിക്കുന്നതാണ്. അതിന് സൈഡിലായിട്ട് 2 പോക്കറ്റ്സും കാര്യങ്ങളും വാഹനത്തിന് നൽകിയിരിക്കുന്നു. ഈ സൈഡിലായിട്ട് ഹുക്കും വാഹനത്തിന് നൽകിയിട്ടുണ്ട്. സ്പെയർ വീലായിരുന്നു നോക്കി 205, 65, 16 തന്നെ സെയിം സ്റ്റീൽ വീലാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. പിന്നെ സ്റ്റിയറിംഗ് വരുമ്പോൾ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് വരുന്നത്. വളരെ മനോഹരമായ ഒതുങ്ങിയ ഒരു സ്റ്റിയറിംഗ് വീലാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഹ്യുണ്ടായുടെ ഭാഷയിൽ ഡീ കട്ട് സ്റ്റിയറിംഗ് എന്നതാണ് വിശേഷിപ്പിക്കുന്നത്. ആൻഡ് നമുക്ക് പവർ വിൻഡോസിൻ്റെ അതുപോലെ തന്നെ ഓർവിൻ്റെ കൺട്രോൾസ് എല്ലാം വളരെ ആക്സസിബിൾ ആയിട്ട് വളരെ ഈസി ആയിട്ട് റീച്ച് ആവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയാണ് വളരെ മികച്ച നിലവാരമുള്ള ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റിയാണ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ കാണുന്നത് നമുക്കിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പിൻ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ താഴത്തായിട്ട് നമുക്ക് ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ടിൻ്റെ അതുപോലെ ട്രാക്ഷൻ്റെയും ഹെഡ് ലാമ്പ് ലെവലിങ്ങിൻ്റെ എല്ലാത്തിൻ്റെയും കൺട്രോൾസും കൊടുത്തിരിക്കുന്നു. അതിൻ്റെ പാഡ് ഷിഫ്റ്റേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ കാരണം സ്റ്റിയറിംഗിൽ നൽകിയിട്ടുണ്ട്. മൈനസ് ആൻഡ് പ്ലസ് കൊടുത്തിരിക്കുന്നു. അതിന് വളരെ മനോഹരമായ ഒരു പ്രീമിയം രീതിയിലുള്ള LED TFT ക്ലസ്റ്ററാണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. ആ ക്ലസ്റ്ററിൻ്റെ കൺട്രോൾസാണ് നമ്മൾ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. അതുപോലെ ഇൻഫോടൈം സിസ്റ്റത്തിൻ്റെ കൺട്രോൾസാണ് ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. 8 ഇഞ്ചിൻ്റെ ഇൻഫോടൈം സിസ്റ്റമാണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി വരുന്നുണ്ട്. 4 സ്പീക്കേഴ്സും അതുപോലെ 2 ട്വീറ്റേഴ്സാണ് ഈ വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മാനുവൽ ഡിമ്മിംഗ് ആയിട്ടുള്ള IRVയും കൊടുത്തിട്ടുണ്ട്. സൺഗ്ലാസ് ഹോൾഡർ, പാനറോമിക് സൺറൂഫിൻ്റെ കൺട്രോൾസാണ് വരുന്നത്. ഫസ്റ്റത്തെ ഒരു പെയിനാണ് നമുക്ക് ഇതിൽ മൂവ് ആവുന്നത്. ഇനി വാഹനത്തിൻ്റെ സേഫ്റ്റിയിലേക്ക് നോക്കണമെങ്കിൽ 6 എയർ ബാഗ് സെറ്റപ്പാണ് ഈ വാഹനത്തിന് വരുന്നത്. അതുപോലെ ABS വിത്ത് EBD വരുന്നുണ്ട്. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, അതുപോലെ തന്നെ TPMS കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിൻ്റെ സ്റ്റാൻഡേർഡ് സേഫ്റ്റി എന്ന രീതിയിൽ വരുന്നതാണ്. റിവേഴ്സ് പാർക്കിംഗ് സെൻസറും ഈ വാഹനത്തിന് വരുന്നുണ്ട്. എന്നാൽ റിവേഴ്സ് ക്യാമറ ഈ ഒരു വേരിയൻറ്റിൽ അവൈലബിൾ അല്ല. 3 വർഷം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ് വാഹനത്തിന് ഹ്യുണ്ടായി നൽകുന്ന വാറണ്ടി. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ പ്രൈസ് കാര്യങ്ങൾ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ഷോറൂം പ്രൈസ് വരുമ്പോൾ 14,37,000, 17,12,000 ആണ് ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ വാഹനം ഇനി ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ പ്രഷ്യസ് ഹ്യുണ്ടായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എറണാകുളം ജില്ലയിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് വീട്ടിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിലോ വന്ന് ഇവരെ നിങ്ങൾക്ക് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ഒരുക്കുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ പരിചയത്തിലോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഈ വാഹനം വാങ്ങാൻ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.